ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സും ഫ്രൂട്ട്സ് പ്ലാന്റും ഒക്കെ അടങ്ങുന്ന ഒരു കിടിലൻ കോംബോ മേളയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം ചെടികളും ഫ്രൂട്ട്സ് പ്ലാന്റും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരും റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അവർക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഈ ചൈനീസ് ബോൾസത്തിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള മദർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 10 വെറൈറ്റീസോളം അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ ഡബിൾ കളേഴ്സൊക്കെ ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നു വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഒത്തിരി കോംബോ പ്ലാന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒന്നാമത്തെ കോംബോയാണ് ഈ കാണുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ പ്ലാന്റാണ് നല്ല മെലസ്റ്റോമ പിങ്ക് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് കേട്ടോ. മെലസ്റ്റോമ പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതിൽ ഏറ്റവും നല്ല പിങ്ക് കളർ വരുന്ന ഒരു പ്ലാന്റാണ് ഈ കാണുന്നത് കേട്ടോ. നല്ലൊരു ബേബി പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന മെലസ്റ്റോമയാണ്. മെലസ്റ്റോമ നമുക്ക് മുറ്റത്തും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്ത് വെച്ചാലും നന്നായി ഗ്രോത്ത് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ മെലസ്റ്റോമ വെറൈറ്റീസ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. തുടക്കക്കാർക്കും അതുപോലെ തന്നെ പുതിയ വീട് വെച്ചവർക്കും ഒക്കെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സാണ് മെലസ്റ്റോമ വെറൈറ്റീസ്. ഇതിൻ്റെ ഈ പൂക്കളുടെ ഭംഗി തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ്. അപ്പം മെലസ്റ്റോമേൻ്റെ പിങ്കാണ് നമ്മുടെ കോംബോയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്തത് മെലസ്റ്റോമേൻ്റെ വയലറ്റ് ആണ്. ഇത് കോമൺ വെറൈറ്റിയാണ് കേട്ടോ. എല്ലായിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് പോട്ടിൽ ബുഷായിട്ട് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു മരം പോലെയും വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ ഈ ഒരു സൈസുള്ള വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരിക. നമ്മുടെ കോംബോയിലത്തെ മൂന്നാമത്തെ പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന 3 കളേഴ്സിൽ പൂക്കൾ തരുന്ന, നിറച്ചും ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മുടെ മുറ്റത്ത് നട്ട് വെച്ച് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ പോട്ടിൽ നട്ട് വെച്ച് കൊടുത്താലും മതി. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിലുള്ളത് കേട്ടോ. അടുത്തത് ബ്ലൂ ട്രംപറ്റ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ബ്ലൂ ട്രംപറ്റിൻ്റെ ഈ ഒരു സൈസുള്ള തൈകളാണ് നമ്മൾ തരുന്നത്. അപ്പോൾ തൈകളുടെ സൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോംബോയിൽ മൊത്തത്തിൽ 4 പ്ലാന്റ്സ് ആണ് വരുന്നത്. നമ്മുടെ മെലസ്റ്റോമേൻ്റെ 2 വെറൈറ്റി, ബ്ലൂ ട്രംപറ്റ്, യെസ്റ്റർഡേ ടുഡേ, ഇങ്ങനെ 4 പ്ലാന്റ്സ് ആണ്. എപ്പോഴും പൂക്കൾ തരുന്ന നല്ല അടിപൊളി വെറൈറ്റീസാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും വേണ്ട, ജസ്റ്റ് ഒന്ന് നട്ട് വെച്ചാൽ മാത്രം മതി, നന്നായി പൂക്കൾ തരും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങോ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. അപ്പോൾ ഈ 4 പ്ലാന്റ്സിൻ്റെ ഈ ഒരു കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 285 രൂപ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത കോംബോ എന്ന് പറയുമ്പോൾ ഫൈക്കസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. ഇങ്ങനത്തെ ഫൈക്കസ് പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ട് നല്ലൊരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ 3 വെറൈറ്റി ജിഫി ബാഗിൽ നട്ടിട്ടുള്ള വളരെ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് കേട്ടോ. ഇതിലൊക്കെ വെരിഗേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല കളർ ചേഞ്ചസും വരുന്ന ഫൈക്കസ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത്. ഈ ഒരു ഫൈക്കസിൻ്റെ 3 പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ മുറ്റത്ത് എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ്സ് ആണ്. നമ്മുടെ ടെക്കോമേൻ്റെ വെറൈറ്റീസ് മാതിരി തോന്നും. ടെക്കോമേൻ്റെ നല്ലൊരു ജോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന നല്ല പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണിത്. പിന്നെ ടെക്കോമേൻ്റെ തന്നെ നിങ്ങൾ യെല്ലോ കളേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും, ഓറഞ്ച് കളേഴ്സും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ ഓറഞ്ച് ട്രംപറ്റ് മാതിരി ഫ്ലവേഴ്സ് തരുന്ന ഒരു നല്ലൊരു വെറൈറ്റീസാണ് കേട്ടോ. നല്ല കൊല കുത്തി പൂക്കൾ ഇതുപോലെ ഉണ്ടായിക്കോളും. ഹൈബ്രിഡ് വെറൈറ്റിയും കൂടിയാണ് നമ്മൾ തരുന്നത്. അടുത്തത് നേരത്തെ കാണിച്ച ആ പ്ലാന്റിൻ്റെ തന്നെ നല്ല റെഡ് കളർ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ടെക്കോമേൻ്റെ എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. അപ്പോൾ ഈ 3 പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്നിട്ടുള്ള ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സാണ് ഈ ഒരു കോംബോയിലും വരുന്നത്. ഇതിൽ നമ്മൾ ആദ്യമേ കാണിച്ച ജോൺ ക്രീപ്പർ നമ്മൾ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. ബാക്കി 2 പ്ലാന്റ്സും ഹൈബ്രിഡ് ആണ്. അതുകൊണ്ട് തന്നെ തീരെ ഹൈറ്റ് വെക്കത്തില്ല. ജോൺ ക്രീപ്പർ ഹൈറ്റ് വെക്കാണ്ട് നല്ല ബുഷായിട്ട് നിന്നിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ 3 പ്ലാന്റ്സിനും കൂടി റേറ്റ് വരുന്നത് 280 രൂപ മാത്രമാണ് കേട്ടോ. നല്ലൊരു അടിപൊളി കോംബോയാണ് ഇത്. അടുത്തത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സിങ്കോണിയം പ്ലാന്റ്സ് ആണ്. ഇൻഡോർ ആയിട്ട് തന്നെ വെക്കണമെന്നില്ല, നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഇൻഡോർ ആയിട്ട് വെക്കുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിങ്കോണിയം. സിങ്കോണിയത്തിൻ്റെ പല കളർ വെറൈറ്റീസാണ് നമുക്ക് ഈ ഒരു കോംബോയിൽ പരിചയപ്പെടാനുള്ളത് കേട്ടോ. 5 വെറൈറ്റിയോളം സിങ്കോണിയം പ്ലാന്റ് ഈ ഒരു കോംബോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ജിഫി ബാഗിൽ നട്ടിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ. എല്ലാം വളരെ റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ചില പ്ലാന്റ്സ് വളരെ ചെറുതായിട്ട് തോന്നും, കാരണം എന്ന് വെച്ചാൽ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെ സിങ്കോണിയമാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 5 വെറൈറ്റി സിങ്കോണിയത്തിന് നമുക്ക് റേറ്റ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. അപ്പോൾ 350 രൂപയ്ക്ക് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള അടിപൊളി സിങ്കോണിയം പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും.
അടുത്ത ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോയാണ്. ഗ്രൂമിയ ചാമ എന്നറിയപ്പെടുന്ന ഒരു വിദേശി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അടുത്തത് മിറാക്കിൾ ഫ്രൂട്ട്. അങ്ങനെ ഗ്രൂമിയ ചാമ, മിറാക്കിൾ ഫ്രൂട്ട്, ലെമൺ ഗുവ എന്നറിയപ്പെടുന്ന ഈ 3 വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇതുണ്ടല്ലേ മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെയൊക്കെ ഇത്രയും സൈസുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറത്തേക്ക് നമ്മൾ പുളിയുള്ളതും കയ്പുള്ളതും എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മധുരമായിട്ട് തോന്നും. ലെമൺ ഗുവ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അടുത്തത് ഗൂമിയ ചാമ എന്നറിയപ്പെടുന്ന ഒരു വിദേശി ചെറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഈ 3 പ്ലാന്റ്സിൻ്റെയും ഇതേ സൈസുള്ള തൈക്ക് റേറ്റ് വരുന്നത് 490 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ കോംബോ, അതുപോലെ തന്നെ റബ്ബർ പ്ലാന്റ് അല്ലെങ്കിൽ ഫൈക്കസ് പ്ലാന്റിൻ്റെ കോംബോ, സിങ്കോണിയം പ്ലാന്റിൻ്റെ കോംബോ, ഈ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കോംബോയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം കൺഫേം ആക്കുക. മാക്സിമം കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.